പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളെ ഒരിക്കൽ കൂടി നിങ്ങളെ സനാതന സുവിശേഷത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പൗലോസ് ശ്ലീഹ കൊരിന്തോസർക്ക് എഴുതിയ ലേഖനത്തിൽ രണ്ടാമത്തെ ലേഖനം 2 മുതലുള്ള വചനങ്ങൾ നമുക്കൊന്ന് ശ്രമിക്കാം. നിങ്ങളിടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഈ നാളുകളിലൊക്കെ നമ്മൾ പ്രഘോഷിക്കുന്നത് ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചാണ്. ക്രൂശിതനായ ക്രിസ്തുവാണ് നമ്മുടെ പ്രഘോഷണ വിഷയം. സനാതന സുവിശേഷത്തിൻ്റെ കാതലെന്ന് പറയുന്നത് അതിലേക്കാണ്. ഇത് നമുക്കത്ര ഇഷ്ടമുള്ളൊരു വിഷയമല്ല, നമുക്ക് താല്പര്യമുള്ളൊരു വിഷയമല്ല. പക്ഷേ അതിലാണ് ക്രിസ്ത്യാനിറ്റിയുടെ, ക്രൈസ്തവ ജീവിതത്തിന് ആധ്യാത്മികതയുടെ മർമ്മം നിൽക്കുന്നത്. അപ്പം നമുക്കത് പഠിച്ചെടുക്കേണ്ട ഒരു ആവശ്യമാണ്. എന്നിട്ട് പറയാണ്, ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതിൽ ഞാൻ തീരുമാനിച്ചു. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു. എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിൻ്റെ ശക്തിയുടെ വെളിപ്പെടുത്തലായിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു അത്. ഓക്കെ, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്, ഇന്ന് നമ്മളൊക്കെ വിശ്വാസം എന്ന് പറഞ്ഞ് ഓടുന്നത് നമുക്ക് നമ്മുടെ ബുദ്ധിയിലും കഴിവിലൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കുന്ന ഈ ലോകത്തിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കുന്ന വിശ്വാസമേ നമുക്കിപ്പോഴും ഉള്ളൂ. അപ്പോൾ പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയാം, ഇത്രയും പാണ്ഡിത്യവും കഴിവുള്ള മനുഷ്യൻ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല. അപ്പം നമ്മൾ ഈ ലോകത്തിൻ്റെ ഒരു വിജ്ഞാനം, ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ക്രൂശിതനായ ക്രിസ്തുവിനെയോ ദൈവത്തിൻ്റെ വചനത്തെയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് ഇറ്റ് കോൺട്രഡിക്ട്സ് ഈച്ച് അതർ. ഇത് രണ്ടും 2 ധ്രുവങ്ങൾ പോലെ തന്നെയാണ്. നോർത്ത് പോളും സൗത്ത് പോളും തന്നെ 2 എക്സ്ട്രീമിൽ നിൽക്കുന്നതാണ്. അപ്പം നമുക്കിതിനെ ഈ ലോകവും ലോകത്തിൻ്റെ കാഴ്ചപ്പാടും വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ക്രിസ്തുവിലേക്ക് വരാൻ സാധിക്കത്തില്ല. ലോകത്തിലെ ദൈവസങ്കല്പങ്ങൾ, ലോകത്തിൻ്റെ ദൈവവിശ്വാസം, ലോകത്തിൻ്റെ മതവിശ്വാസം വെച്ചിട്ട് നമുക്കൊരിക്കലും ക്രിസ്തുവിൽ വരാനും നിത്യരക്ഷയിലേക്ക് വരാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ഈ വചനം മനസ്സിലാക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഇതിലേക്ക് നമ്മൾ വന്നേ പറ്റും. കർത്താവ് നമ്മളെ സഹായിക്കും. അപ്പം നമ്മളിതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഇത് മനസ്സിലാക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട്, സ്ട്രഗിളൊക്കെ നമുക്ക് ഉണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷെ സാരമില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ആത്മാവിൻ്റെ ശക്തിയുടെ വെളിപ്പെടുത്തലായിരുന്നു നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ടീച്ചിങ്സോ സംവിധാനങ്ങളോ സയൻസോ ടെക്നോളജിയോ വെച്ചിട്ടുള്ളൊരു സാധനമാകരുത്. അതായ ശരിയാവത്തുമില്ല. അപ്പം അതുകൊണ്ട് മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തി ആകണം. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലായി നമ്മളെ കാത്തിരിക്കണം. സോ പ്രിയമുള്ളവരെ, നമ്മളെ ക്രൂശിതനായ ക്രിസ്തു, അല്ലെങ്കിൽ സ്വയം ശൂന്യമാകുന്ന ആത്മദാനമായി നൽകുന്ന ദൈവം, ഈ ശൂന്യവൽക്കരണം, ഈ ആത്മദാനമാവുക, ആത്മബലിയാവുക, ഇതൊക്കെ നമുക്കിപ്പോഴും ലോകത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സത്യമാണ്. നമ്മളിപ്പോഴും നമ്മുടെ സുഖസന്തോഷങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പുറകെ ഓടുന്ന ഒരു ആത്മീയ രീതി ഇന്ന് നമ്മളിലുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് യേശു നമുക്ക് വെളിപ്പെടുത്തുന്ന സുവിശേഷം, സത്യസുവിശേഷം എന്ന് പറയും. അപ്പോൾ അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് നമ്മളൊരു വചനം കൂടി നമ്മൾ ഓർക്കണം. 1 കൊരിന്തോസ് 3:16 പറയും, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. നമ്മുടെ ജീവിത ലക്ഷ്യം വിശുദ്ധിയാന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ വിശുദ്ധി എന്ന് പറയുമ്പോൾ അത് വെറും ശുദ്ധി മാത്രമല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മളൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഇന്നത്തെ നമ്മുടെ പെട്രോള്, ഡീസല് അല്ലെങ്കിൽ എണ്ണ, ഇതിനകത്ത് വെളിച്ചെണ്ണ എടുക്കാം നമുക്ക്, അല്ലേ? വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ എല്ലാം മായം കലർന്ന എണ്ണയാണ് നമുക്കുള്ളത്. എന്നാൽ എല്ലാം പരിശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞൊക്കെ എഴുതുന്നുണ്ടാവും, പക്ഷെ ഇതിനകത്തെല്ലാം മറ്റു കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള എണ്ണകളാണ്. അപ്പം ഈ ശുദ്ധിയല്ല നമ്മൾ ബൈബിളിലേക്ക് വരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി. ഓക്കെ,
എന്ന് വെച്ച് ഈ ശുദ്ധി വേണ്ട എന്നുള്ളതല്ല, അതിലേക്ക് നമ്മൾ വരുന്നത്. ഇന്നത്തെ ടോപ്പിക്ക് നമ്മളതാണ്. എങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം, ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി എന്ന് പറയുന്നത് വിശുദ്ധ കൊച്ചുത്രേസ്യ, വിശുദ്ധ അമ്മത്രേസ്യൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് പാപങ്ങളുടെ രാഹിത്യത്തിലോ പുണ്യങ്ങളുടെ സമ്പാദ്യത്തിലോ അല്ല അടങ്ങിയിരിക്കുന്നത്, പ്രത്യുത നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം നിറവേറ്റുന്നതിലാണ്. അപ്പം നമ്മൾ ഓരോരുത്തരെ കുറിച്ചുമുള്ള ദൈവഹിതം നിറവേറപ്പെടണം. ഇതാണ് ദൈവത്തിൻ്റെ വിശുദ്ധി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണം. എന്നാൽ ഈ മറ്റ് ശുദ്ധി, ഈ കളങ്കമില്ലാത്ത ശുദ്ധി, ശാരീരിക ശുദ്ധി, പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ളൊരു ലോകം, പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ സിനിമാ ലോകം ഇന്നൊരു വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുക. അവിടെ ഈ അശുദ്ധിയെക്കുറിച്ചാണ് ഇന്ന് നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യും, ഇന്നത്തെ മാധ്യമങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ്, ഇതിവിടെ മാത്രമുള്ളതല്ല, ഇത് ലോകത്തെല്ലാ സ്ഥലത്തുമുണ്ട്. ശരിയാണ്, എല്ലാ സ്ഥലത്തുമുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും വളരെയധികം അട്രാക്റ്റഡ് ആകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മളോട് സ്വർഗം ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറയാം. കാരണം ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഇതാണ് നമ്മുടെ ക്രിസ്ത്യൻ കൺസെപ്റ്റ്. യുവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ലിവ്സ് ഇൻ യു. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, അതിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുവെന്ന്, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലേ? അപ്പോൾ ഈ ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്, ഈ ആത്മാവിനെ നിങ്ങൾ നശിപ്പിക്കരുത്. നിങ്ങളുടെ ശരീരം മാത്രമല്ല, നിന്റെ സഹോദരി സഹോദരൻ്റെ ശരീരത്തെ നിങ്ങൾ മലിനമാക്കരുത്, അതിലുള്ള ദൈവാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. ഈ കാലഘട്ടം നമ്മൾ തിരിച്ചറിയുക, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇത് കുറേ കൊല്ലങ്ങളായിട്ടൊക്കെ ഇവിടെ നടക്കണം. പക്ഷെ എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിലൊക്കെ ഇത് പുറത്തു വരുന്നു? 2-3 കാര്യങ്ങൾ ഈ സംഭവമായിട്ട്, ഇന്ന് നമ്മുടെ സിനിമാ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഈ പീഡനത്തിൻ്റെയൊക്കെ കഥ പറഞ്ഞു വരുന്ന സംഭവം പറയുമ്പോഴും പരിശുദ്ധാത്മ 2-3 കാര്യങ്ങൾ നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുക. അതിലൊന്ന് വളരെ വ്യക്തമായിട്ട്, കാരണം നമ്മൾ അവസാന കാലഘട്ടങ്ങളിലേക്ക് വരികയാണ്. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ എക്സ്പോസ്ഡ് ആകുമ്പോൾ ഒരു സത്യം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. കാരണം ബൈബിളിൽ ആദ്യ പാപത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആദവും ഹവ്വയും തെറ്റ് ചെയ്യാണ്. അതിൽ ആദ്യത്തെ ശിക്ഷ കിട്ടുന്നത് സർപ്പത്തിനാണ്, പിശാചിനാണ് ആദ്യം ശിക്ഷ കിട്ടുന്നത്. പിശാചിൻ്റെ ശിക്ഷ ആദത്തിനും ഹവ്വയ്ക്കുള്ളൊരു മുന്നറിയിപ്പായിരുന്നു. പക്ഷെ അവരത് പരിഗണിച്ചില്ല. മനസ്സിലാക്കുക. എന്നിട്ട് 2ാമത്തെ ശിക്ഷ ഹവ്വയ്ക്കാണ് കിട്ടുന്നത്. ഹവ്വയ്ക്ക് കിട്ടിയപ്പോഴും അത് ആദത്തിനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു, അവൻ അനുദപിക്കാനുള്ള ഒരു മുന്നറിയിപ്പ്. ഇന്ന് നമ്മളിങ്ങനെ മീഡിയയും എല്ലാവരും ഇതിങ്ങനെ ഘോഷിക്കുക, വല്ലവൻ്റെയും തെറ്റ്, ആരെങ്കിലൊക്കെ ചെയ്ത പാപത്തെ അല്ലെങ്കിൽ അവന് തെറ്റിയ അബദ്ധത്തെ ഇതെല്ലാവരും എടുത്തിട്ട് ഇങ്ങനെ പ്രഘോഷിക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമ്മളോടൊരു കാര്യം സ്വർഗം പറയുന്നുണ്ട്, മകനെ നിന്നിൽ ഈ പാപമുണ്ടോ? വളരെ ശ്രദ്ധിക്കണം. ഇതിനെ ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് വ്യഭിചാരത്തിന്റെ ദുർഭൂതം ഇന്ന് ലോകത്തെ മുഴുവനായിട്ട് ഗ്രസിച്ചിരിക്കുന്ന ഒരു തിന്മയാണ്. ഇത് നമ്മളെല്ലാവരും ഇങ്ങനെ വല്ലവൻ്റെ കുറ്റങ്ങളെയും പാപങ്ങളെയും കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുക. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കഥ നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരും വന്ന് കല്ലെറിയാണ്, എല്ലാവർക്കും കല്ലെറി. ഇപ്പം ഇന്ന് എല്ലാവരും നമ്മുടെ സിനിമാ സ്റ്റാർസിനെയൊക്കെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എറിയാൻ എല്ലാവർക്കും ഉഷാറാണ്. പക്ഷേ സ്വർഗം നമ്മളോട് പറയുന്നു, ആ സ്ത്രീയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് ഒരു കാര്യം പറയും, ശരിയാണ്, തെറ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, അതിൽ യാതൊരു സംശയവും. പക്ഷേ ആരാണ് ഈ കല്ലെറിയണത്? ഇന്നും ആ വചനം വളരെ പ്രസക്തമാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയുടെ ചുറ്റും യഹൂദന്മാര് കല്ലുമായിട്ട് നിൽക്കുമ്പോൾ സ്വർഗം, യേശു തമ്പുരാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഓക്കെ, തെറ്റ് ചെയ്താൽ ശിക്ഷയും, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം മോശയുടെ നിയമം അനുസരിച്ച്, ദൈവത്തിന്റെ നിയമം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. ഇന്ന് ആരൊക്കെയാണ് ഈ കല്ലെറിയണത് അല്ലേ? ഇന്ന് നമ്മളെ ഈ വ്യഭിചാരം അല്ലെങ്കിൽ പീഡനം എന്നൊക്കെ ഉള്ളത് നമ്മൾ വളരെ ഒരു ചെറിയ ഒരു കാഴ്ചപ്പാടിലാണ് നിൽക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ മുൻപിൽ ഇതൊരു മുന്നറിയിപ്പാണ്. ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ആരും അറിയാതെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ദൈവത്തിൻ്റെ വചനമാണത്. എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? ലൂക്കാ സുവിശേഷം
12-ാമത്തെ അധ്യായം 2 മുതലുള്ള വചനങ്ങൾ പറയാം. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും, വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടും. അപ്പോൾ ദൈവത്തിന്റെ വചനം ഇന്ന് സിനിമയിൽ ഒരു കമ്മീഷൻ വെച്ച് പിടിക്കപ്പെട്ട ആൾക്കാരോടല്ല, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും പറയും, ഇറ്റ് ഈസ് എ ടെസ്റ്റ്. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ, അവര് രഹസ്യത്തിൽ ചെയ്യുന്നത്, അവര് മറ്റാരും കാണാതെ ചെയ്യുന്നത്, അവര് ഇരുട്ടത്ത് ചെയ്യുന്നത് എല്ലാം പുറത്ത് കൊണ്ടുവരും. ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് 2 കാര്യങ്ങൾ ഈ കണ്ടീഷനിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നുണ്ട്. ഒന്ന്, നീ ഇവരെ ഒന്നും കല്ലെറിയാൻ നിൽക്കരുത്. നമ്മളോട് ആരോടും കല്ലെറിയാൻ പറയും. ഇന്ന് എല്ലാവരും വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാട് കല്ലെറിഞ്ഞോടി. കല്ലെറിയുന്നവരോട് കർത്താവ് പറയാ, നിന്റെ ഉള്ളിൽ ഈ പാപമുണ്ട്. പാപം എന്ന് പറയുമ്പോൾ എന്താണ്? വ്യഭിചാരത്തിന്റെ ദുർഭൂതം. ഇതിന്ന് ലോകത്തെ മുഴുവൻ ഗ്രസിക്കുകയാണ്. അത് പോർണോഗ്രഫി ആയാലും, സ്വയംഭോഗമായാലും, സ്വവർഗഭോഗമായാലും, മറ്റ് പരസംഗമായാലും, ഇങ്ങനെ പല രീതിയിൽ ഇതിന്ന് കുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാ രീതിയിലും ഇതിങ്ങനെ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അരൂപി ഉണ്ടോ? സ്വർഗം നമ്മളോട് ചില കാര്യങ്ങൾ പറയുകയാണ്. ശ്രദ്ധിക്കണം. യു വിൽ ബി എക്സ്പോസ്ഡ്. നീ സമൂഹമധ്യേ നീ അപമാനിതനാക്കപ്പെടും. അതുകൊണ്ട് സ്വർഗം നമ്മളെ വിളിക്കുകയാണ്, അനുതപിക്കുക. ഇത് നമ്മൾ വല്ലവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കണ്ട് നമ്മളിങ്ങനെ സന്തോഷിക്കാം, അവൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്, അവൻ്റെ കയ്യിലിരിപ്പ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം നിന്റെ ജീവിതത്തിൽ നാളെ നിന്റെ രഹസ്യ ജീവിതത്തിലെ കാര്യങ്ങൾ പുരമുകളിൽ വെച്ച് പ്രഘോഷിക്കപ്പെടാൻ പോവുകയാണ് സഹോദര, സഹോദരി. അതുകൊണ്ട് ഇതൊരു വാണിംഗ് ആണ്. അനുതപിക്കുക, തിരിച്ചു വരിക, പശ്ചാത്തപിക്കുക. നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അതിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. ഈ ആലയത്തെ നശിപ്പിക്കരുത്. ഈ ആലയത്തെ നശിപ്പിക്കരുത്. ഇന്ന് ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ സാന്നിധ്യം, നമ്മൾ പറയാറുണ്ട്, ഇന്ന് ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൈവ സാന്നിധ്യത്തിൻ്റെ അഭാവമാണ് ഇന്ന് ഇത്രമാത്രം ദുരന്തങ്ങൾ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാന്നിധ്യ അഭാവത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് നമ്മുടെ ശരീരങ്ങളെ നമ്മൾ മലിനമാക്കും. അതിലേറ്റവും മലിനമാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യ ശരീരം, അല്ലേ? അതിനകത്ത് എല്ലാ മനുഷ്യനകത്ത് ദൈവത്തിൻ്റെ ചൈതന്യമുണ്ട്. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഒരു കാവൽ മാലാഖയുണ്ട്. ഇങ്ങനെ സ്വർഗം വളരെ പവിത്രമായി ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഈ ശരീരത്തെ ഇന്ന് മനുഷ്യൻ അവൻ്റെ സുഖ സന്തോഷങ്ങൾക്ക് വേണ്ടി അവൻ തോന്നിവാസം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ പ്രവൃത്തിയിൽ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് നിർവീര്യമാക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ അത് വേദനിക്കപ്പെടുകയാണ്. ഓരോ കുഞ്ഞും ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ നിറസാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. പക്ഷെ ഓരോ കുഞ്ഞും വളർന്നു വലുതായി വരുന്നതനുസരിച്ച് അവൻ തൻ്റെ പ്രവൃത്തികളുടെ, അതിലകത്ത് ഏറ്റവും വലിയ പ്രവൃത്തിയാണ് വ്യഭിചാരം എന്ന പ്രവൃത്തി വഴി അവൻ ദൈവത്തെ അവൻ തിരസ്കരിക്കുകയാണ്. അവൻ്റെ പറുദീസയിൽ നിന്ന്, അവൻ്റെ ആലയത്തിൽ നിന്ന് ദൈവത്തെ അവൻ പുറത്താക്കി കളയാണ്. ഇങ്ങനെ ദൈവത്തെ പുറത്താക്കി കഴിയുന്ന വ്യക്തികൾക്കാണ് ഈ ലോകത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ഇത്തരത്തിലുള്ള വലിയ വലിയ കെണികൾ വരാനിരിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വർഗം നമ്മളോട് പറയാണ്, ഈ മാരക പാപത്തിൻ്റെ അടിമത്തിൽ കിടക്കുന്ന എല്ലാ മക്കളും അനുതപിക്കുക. നിനക്കൊരു സദ്വാർത്തയുണ്ട്. നിനക്കൊരു സദ്വാർത്ത പറയാനായിട്ടാണ് ഞാനിത് പറയുന്നത്. സംഗതി ശരിയാണ്, നമ്മൾ തെറ്റ് പറ്റിയിട്ടുണ്ടാകും, അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടാകും. എന്നാൽ നിന്നെ രക്ഷിക്കുവാൻ we have a good news for everybody who is undergoing this crime, അല്ലെങ്കിൽ this grievous sin, വലിയ മാരകമായ ഈ പാപത്തിന് അടിമപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും മക്കള് ഇത് കേട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിനക്കൊരു സദ്വാർത്തയുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം, നീ ചെയ്ത സകല പാപങ്ങൾ നിന്നെ വീണ്ടെടുത്ത് നിന്റെ ശരീരമാകുന്ന ആലയത്തെ വിശുദ്ധീകരിച്ച് നിനക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന ഒരു ദൈവം ഇന്നും ഈ ലോകത്തിലുണ്ട്. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. We have a good news. There is a God who is interested in your weaknesses, in your sinfulness, and in all your shamefulness. നിന്റെ പരാജയങ്ങളിലും നിന്റെ പാപങ്ങളിലും നിന്റെ ജീവിതത്തിലുണ്ടായുള്ള എല്ലാ വീഴ്ചകളോടും അനുകമ്പയുള്ള അട്രാക്റ്റഡായിട്ടൊരു ദൈവമുണ്ട്.
നമ്മളൊരിക്കൽ പാപം ചെയ്തു വെച്ച് നിരന്തരം ചെയ്തതിൻ്റെ അകത്ത് കുറ്റബോധത്തിൽ കിടക്കേണ്ട കാര്യമില്ല. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ ലോകത്തിലൊരു ദൈവം മാത്രമേ ഭൂമിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ പാപികളെ തേടി വന്നവനാണ്. പാപികളെ തേടി ഒരു ദൈവം വന്നിട്ടുണ്ട്. അതാണ് സുവിശേഷം. ലോകത്തിലെല്ലാ മനുഷ്യരും പാപം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം അശുദ്ധമായ പാപം, ശാരീരിക അശുദ്ധി വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലും ഒരു സുവിശേഷം നമുക്കുണ്ട്. നിന്നോട് കരുണ കാണിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നീ ആയിരിക്കുന്ന ഈ പാപത്തിൽ നിന്നും പാപത്തിൻ്റെ പരിണിതഫലം. കാരണം പരിണിതഫലം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ വ്യഭിചാരം എന്ന് പറഞ്ഞ പാപത്തിന് 5-6 ദുരന്ത ഫലങ്ങളുണ്ടെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് ഇല്ലേ, ഈ കാലഘട്ടത്തിൽ ഈ നമ്മുടെ ഭവനങ്ങളൊക്കെ വിശുദ്ധീകരിക്കപ്പെടണം. മാതാപിതാക്കളിൽ നിന്നാണിത് മക്കളിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പ്രഭാഷകൻ 23:17, വ്യഭിചാരിക്ക് എല്ലാ അപ്പവും മധുരിക്കുന്നു, മരണം വരെ അവൻ പിന്മാറുകയില്ല. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ടെനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല, ഞാൻ എന്തിനു പേടിക്കണം? അത്യുന്നതന്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. ഇതാണ് നേരത്തെ നമ്മൾ വായിച്ച വചനം. നിങ്ങൾ ഇരുട്ടിൽ സംസാരിക്കുന്നത്, നിങ്ങൾ മുറിക്കകത്ത് വെച്ച് പറഞ്ഞ കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങൾ പുറമുകളിൽ എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഒരു കാലം വന്നുകൊണ്ടിരിക്കുക. ഇത് ദൈവത്തിന്റെ വചനമാണ്. God will expose every secrets in your life and you will be judged in public. You will be judged in public. ഇന്നിപ്പം നമ്മൾ ഇവരെല്ലാം വലിച്ച് കീറിക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ ആഘോഷിക്കണല്ലേ, ഏതാനും പേര് ചെയ്ത പാപത്തെക്കുറിച്ച് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വലിച്ചു കീറൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നാളെ വരും. സ്വർഗം നിന്നെ എക്സ്പോസ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ യു വിൽ ബി ജഡ്ജ്ഡ് ബൈ ഗോഡ് വൺ ഡേ. അതുകൊണ്ടും സഹോദരാ, സ്വർഗം നിന്നോട് പറയും, ഇത് കരുണയുടെ സമയമാണ്. തിരിച്ചു വരിക, അനുതപിക്കുക, പശ്ചാത്തപിക്കുക. ഈ ദുർഭൂതത്തെ നിന്റെ ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് പുറത്താക്കണം. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് 1 യോഹന്നാൻ 3:8 പറയുന്നത്, പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ഭൂമിയിലേക്ക് വന്നത്. യേശു ഭൂമിയിലേക്ക് വന്നു. പിശാചിന്റെ ഏറ്റവും വലിയ പ്രവൃത്തിയാണ് വ്യഭിചാരത്തിന്റെ ദുർഭൂതം. ഇന്ന് ലോകത്തെ മുഴുവൻ കാർന്ന് തിന്നുന്നൊരു ക്യാൻസറായിട്ട് അത് മാറുകയാണ്. അപ്പോൾ ഈ പാപത്തിന്റെ ഫലം എങ്ങനെ? ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയാണ്, സാത്താൻ പറയാണ്, ഇതാരും അറിയത്തില്ല, ഇതാരും കാണുന്നില്ല, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നുണ്ട്, ഇരുട്ടെനിക്ക് മറയാണ്, ദൈവം എൻ്റെ പാപമൊന്നും കണക്കാക്കുന്നില്ല. ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമല്ലേ? നമ്മുടെ സ്റ്റാർസ് എല്ലാം ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു കോമൺ ലൈസൻസ് ആണ്. ഓക്കെ, ഇഫ് എവരിബഡി ഈസ് ഡൂയിങ്, വി ക്യാൻ ഓൾസോ ഡു ഇറ്റ്. നോ, ഇത് വലിയ മാരകമായ പാപമാണ്. ഇതിന് അതിഭീകരമായ ശിക്ഷ നിനക്ക് കിട്ടാനിരിക്കും. ഈ ശിക്ഷയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് വചനം എഴുതി പരിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയണം 19-ാമത്തെ വചനം, പ്രഭാഷകൻ 23:19, മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇതെല്ലാം കർത്താവ് അറിയുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട്, യേശു അറിയുന്നുണ്ട്. നിങ്ങൾ തിരിച്ചറിയുക. നമ്മളോട് ലോകം പറയാണ്, സാത്താൻ പറയുന്നത് ആരും അറിയുന്നില്ല, ഇത് ഇരുട്ടാണ്, മറയാണ്, ഇതൊന്നും അറിയില്ല. ദൈവത്തിന്റെ വചനം പറയാണ്, നിങ്ങൾ ഇരുട്ടിൽ ചെയ്യുന്നതെല്ലാം പുരമുകളിൽ വിളിച്ചു പറയപ്പെടും. കേൾക്കുന്നില്ലേ? ഇത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാണ്. അതുകൊണ്ട് സ്വർഗം പറയാണ്, അനുതപിക്കുക, ഈ പാപത്തിൽ നിന്ന് തിരിച്ചു വരിക. 21-ാമത്തെ വചനം, ഈ മനുഷ്യൻ നഗരവീഥികളിൽ വെച്ച് ശിക്ഷിക്കപ്പെടും, ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നിടത്ത് വെച്ച് പിടിക്കപ്പെടുകയും ചെയ്യും. ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനിൽ നിന്ന് അവൻ അവകാശം നൽകുന്ന സ്ത്രീയും ഇങ്ങനെ തന്നെ. ഇത് സ്ത്രീയും പുരുഷനായാലും പിടിക്കപ്പെടും. 24-ാമത്തെ വചനം, അവളെ സമൂഹത്തിന്റെ മുൻപാകെ കൊണ്ട്, അവനായാലും അവനെ സമൂഹത്തിന്റെ മുൻപാകെ കൊണ്ടുവരും. അവളുടെ സന്താനങ്ങളുടെ മേൽ ശിക്ഷയുണ്ടാകും. അവളുടെ കുഞ്ഞുങ്ങൾ വേരുപിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയില്ല. ഈ വ്യഭിചാരത്തിന്റെ ദുർഭൂതത്തെ ഉള്ളിൽ വെച്ച് കിടക്കുന്ന എല്ലാ വ്യക്തികളും മനസ്സിലാക്കും, നിന്റെ തലമുറകളിലേക്ക് ഇത് കടന്നു വരും. തലമുറകൾ ഇത് നശിപ്പിക്കുന്ന ഒരു മാരകമായ പാപമാണ് പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ പാപം ലോകത്ത് കാണുന്നതൊക്കെ ദൈവത്തിന്റെ ചില ഇടപെടലുകളാണ്. കർത്താവ് അറിയാതൊന്നും സംഭവിക്കുന്നില്ല. ഒരു വിശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഈ മലയാള സിനിമയിൽ ഇത് എന്തുകൊണ്ട്, ബാക്കി എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടല്ല? അതിനൊരു കാരണമുണ്ട്. ഇതാണ് രണ്ടാമത്തെ ഒരു കാരണം നമ്മൾ പറയുന്നത്. അതിൻ്റെ കാരണം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ മലയാള സിനിമ മത്സരിക്കുന്നൊരു മേഖലയുണ്ട്. എന്തിനാണെന്നറിയോ? യേശുക്രിസ്തുവിനെ, സത്യദൈവത്തെ അവഹേളിക്കാൻ വേണ്ടി, പരിഹസിക്കാൻ വേണ്ടി, സഭയെ, സന്യാസത്തെ, വൈദിക പട്ടത്തെ, വിശുദ്ധ കുർബാനയെ, ഇതിനൊക്കെ അവഹേളിക്കുക, നിന്ദിക്കുക എന്നുള്ളത് ഒരു ഹോബിയായിരുന്നു മലയാളം ഇൻഡസ്ട്രി, ഫിലിം ഇൻഡസ്ട്രിക്കും. നിങ്ങൾ തിരിച്ചറിയുക, ക്രിസ്ത്യാനികൾ പ്രതികരിക്കത്തില്ല.
ക്രിസ്ത്യാനിന് പ്രതികരിക്കാൻ പറഞ്ഞിട്ടില്ല. പ്രതികാരം കർത്താവിൻ്റെതാണ്. അവൻ പ്രതികരിക്കും. കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, ഇരുമ്പാണിമേൽ തൊഴിക്കരുത്. അതുകൊണ്ട് ഫിലിം ഇൻഡസ്ട്രിയോട് പറയാണ്, ഇതിനേക്കാൾ മാരകമായത്, ഭീകരമായത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. തകർന്ന് തീർന്നു പോകാൻ സാധ്യത. ഇതൊരു വലിയ സിമ്പിൾ ഡോസാണ്, ഇതൊരു ടെസ്റ്റ് ഡോസാണ്. അതുകൊണ്ട് സത്യദൈവത്തെ, യേശു ക്രിസ്തുവിനെ നിങ്ങൾ അവനെതിരായിട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. കാരണം അതിന് നമുക്ക് തിരിച്ചടിയുണ്ടാവും, അല്ലെങ്കിൽ അതിന് പരിണിത ഫലമുണ്ട്. അതുകൊണ്ട് ഇരുമ്പാണിമേൽ തൊഴിക്കരുത്. അത് നിനക്ക് വലിയ നാശമുണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പം ഇത് രണ്ടാമത്തെ ഒരു ഘടകമാണ്. നമ്മുടെ വിഷയം അതൊന്നുമല്ല. ഇത് ഒരു ഓർമ്മയായിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കി. ഇന്ന് ദൈവത്തെ നിന്ദിക്കുക, ദൈവത്തെ അവഹേളിക്കുക, പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റി, സഭ, വൈദികര്, കുർബാന, ഇതിനെയൊക്കെ നിന്ദിക്കുന്നൊരു ഫാഷനായിട്ട് നടക്കുകയാണ്. അപ്പം ഈ ഫാഷനൊക്കെ മനസ്സിലാക്കിക്കൊള്ളുക, എല്ലാവരുടെ മേലും അതിൻ്റെതായ പരിണിത ഫലം വരും. ഇതൊരു സിമ്പിൾ ഡോസാണ്. ഇത് നശിപ്പിച്ചിട്ടേ പോകുള്ളൂ. കാരണം ഇത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. എങ്കിലും ഇത് ചെയ്ത മക്കളോട് നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോകുന്നതാണ്. നിങ്ങൾ പിശാചിൻ്റെ പ്രലോഭനത്തിൽ ചെയ്തു പോകുന്നതാണ്. നിങ്ങളോടും ദൈവത്തിന് കരുണയാണുള്ളത്. തമ്പുരാനെ നഗ്നനാക്കി കുരിശിൽ തറച്ചു കൊന്ന ആ ഇസ്രായേൽ പടയാളികളെ പോലും കരുണ കാട്ടിയൊരു ദൈവമുണ്ട്. നമ്മൾ അനുതപിക്കണം. ഇതൊരു ഹോബിയാക്കരുത്. ഇതിനെ കൈയടിക്കുന്ന ഒരു സമൂഹമുണ്ട്. പക്ഷെ ഇതിൽ പെട്ടുപോയ വ്യക്തിയാണോ, ഇത് ചെയ്തു പോയ വ്യക്തിയാണോ, നിന്നോടും ദൈവത്തിന് കരുണയാണുള്ളത്. അനുതപിക്കുക. നിന്റെ പരിണിത ഫലം, നിന്റെ ശിക്ഷ നിന്റെ മേൽ വരുന്നതിന് മുമ്പ് നിന്റെ മേൽ കല്ലേറ് വരുന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ നീ ആണി തൊഴിച്ച നിന്റെ മേൽ നിന്റെ കാല് തകരുമെന്നുള്ള ഉറപ്പാണ്. നിന്റെ കുടുംബം തകരുന്നുള്ള ഉറപ്പാണ്. നിന്റെ തലമുറകൾ തകരുന്നുള്ള ഉറപ്പാണ്. പക്ഷെ അത് വരുന്നതിന് മുമ്പ് ഒരു സദ്വാർത്ത നമ്മളോട് പറയാനും, നിന്നെ ദൈവം സ്നേഹിക്കുന്നു. ഈ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. കാരണം നിന്റെ പാപത്തിന് വേണ്ടി 2000 വർഷം മുമ്പ് അവൻ കാൽവരി മലയിൽ നീ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്തിട്ടുള്ളവനാണ്. അവൻ്റെ ചങ്ക് കുത്തി തുറന്നവനെ സുഖപ്പെടുത്തിയൊരു ദൈവം, കരുണാമയനായ ദൈവം. ദൈവം കാരുണ്യവാനാണ്. അത് ഈ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കാണുന്നത് കാൽവരി മലയിൽ മാത്രമേ ഉള്ളൂ. വേറൊരു വേദപുസ്തകത്തിലും വേറൊരു ലോകത്തിലും വേറൊരു സ്ഥലങ്ങളിലും നമുക്ക് ദൈവത്തിൻ്റെ കരുണയെ കാണാൻ സാധിക്കത്തില്ല. And this wonderful merciful love of God you can experience on the cross of Calvary. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇത് ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം, ഇത് ചെയ്ത മക്കള് ഇതൊക്കെ തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറ്റബോധം ഉണ്ടാവും, നിരാശയുണ്ടാവും. സാരമില്ല. നീ കുത്തിയ ദൈവം നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. നിന്റെ പാപങ്ങൾക്ക് വേണ്ടി 2000 വർഷം പ്രാർത്ഥിച്ചു ദൈവപിതാവിനോട്, പിതാവ് ഇവർ ചെയ്യുന്ന എന്താന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണമേ. ഇന്നും ആ പ്രാർത്ഥന നിനക്ക് വേണ്ടിയാണ്. നീ അനുതപിച്ചാൽ നിന്നെ കർത്താവ് രക്ഷിക്കും. ആ സത്യദൈവത്തിലേക്ക് നീ തിരിച്ചു വരിക. അവർ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിന്നു എന്നൊരു വചനമുണ്ട്. നമ്മളും അറിവില്ലായ്മ കൊണ്ടൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. സാരമില്ല. ഇത് നിന്നോട് കരുണ കാണിക്കുന്നത്, ഇതിൻ്റെ ശിക്ഷ നീ അനുഭവിക്കുന്നതിന് മുമ്പ്, ഇന്നിപ്പോൾ കാണുന്ന ശിക്ഷയല്ല, ഇത് പബ്ലിക്കായിട്ട് ചെറിയ ശിക്ഷയാണ്. പക്ഷെ ഇതിൻ്റെ ഗൗരവമേറിയ ശിക്ഷ തലമുറകളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക്, ദാമ്പത്യ ജീവിതത്തിൽ മുഴുവനും എടുത്ത് തകർക്കപ്പെടുന്നൊരു ശിക്ഷ വരാൻ പോകുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത്. അപ്പോൾ ആ പരിണിത ഫലത്തിലേക്ക് വരുന്നതിന് മുൻപ് നിന്നെ ദൈവം വിളിക്കുകയാണ്. നീ അവനെ കുത്തി, നീ അവനെ അവഹേളിച്ചു, നീ അവനെ നിന്ദിച്ചു, പരിഹസിച്ചു, സത്യമാണ്. പക്ഷേ പാപികളെ തേടി വന്നവൻ, നിന്നോട് 2000 വർഷം ക്ഷമിച്ച, നിന്നെ അനുഗ്രഹിച്ചൊരു ദൈവമുണ്ട്. ആ കർത്താവ് നിന്നെ വിളിക്കേണ്ട പേരാണ് യേശു. ഈ യേശുവിലേക്ക് തിരിച്ചു വരിക. പ്രിയ സഹോദരങ്ങളെ, ഈ പാപത്തിന് അതിഭീകരമായ പരിണിത ഫലമുണ്ട്. ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല. ദൈവം കരുണയുള്ളവനാണ്. ദൈവം സ്നേഹമാണ്. പക്ഷെ നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും ഒരു പരിണിത ഫലമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ഏദൻ തോട്ടത്തിൽ കർത്താവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു മനുഷ്യനോട്, മനുഷ്യ, നീ ലോകത്തിലുള്ള എല്ലാം ആസ്വദിച്ചുകൊള്ളുക, എല്ലാം ഞാൻ സൃഷ്ടിച്ചല്ല നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ നീ ആ വൃക്ഷത്തിൻ്റെ പഴം കഴിക്കരുത്. അത് കഴിക്കുന്ന ദിവസം നീ മരിക്കും. ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ തമ്പുരാൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പാപത്തിന് പരിണിത ഫലമുണ്ട്. അതിലേറ്റവും ഭീകരമായൊരു പാപമാണ് ദൈവനിന്ദ, ദൈവനിഷേധം. അത് നിഷേധിക്കുന്നവർക്ക് നമുക്ക് പരിണിത ഫലമുണ്ട്. അതുപോലെ ദൈവത്തിൻ്റെ ആലയം അത് തകർക്കുന്നതും വലിയ പരിണിത ഫലമുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ഇതിന് വലിയ ശിക്ഷകളെ കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ആ വ്യഭിചാരത്തിൽ പോകുന്നവരെ കുടുംബങ്ങൾ തകർക്കപ്പെടും, അവരുടെ മക്കൾ തകർക്കപ്പെടും, അവരുടെ മക്കൾ വേരുപിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടുകയോ ചെയ്തു. ഇങ്ങനെ അതിഭീകരമായ പരിണിത ഫലമുണ്ട്. ഇനി നമ്മൾ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നൊരു കാര്യമാണ്. 5-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം, വ്യഭിചാരിയുടെ അടുത്തേക്ക് ചെല്ലരുത്, അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യരുത്.
ഇത് ചെയ്യുന്ന നിന്റെ സൽകീർത്തി നഷ്ടപ്പെടുകയും നിന്റെ ആയുസ് നിർദയർ അപഹരിക്കുകയും ചെയ്യും. ഈ പാപത്തിന്റെ പരിണിത ഫലമാണ്. നിന്റെ സൽകീർത്തി നഷ്ടപ്പെടുകയും നിന്റെ ആയുസ് നിർദയർ അപഹരിക്കപ്പെടുകയും ചെയ്യും. 10-ാമത്തെ വചനം, അന്യർ നിന്റെ സമ്പത്ത് മതിയാവോളം അപഹരിക്കുകയും നിന്റെ അധ്വാനത്തിന്റെ ഫലം അവരെ വീട്ടിലെത്തുകയും ചെയ്യും. അങ്ങനെ ജീവിതാന്ത്യത്തിൽ ശരീരം ക്ഷയിച്ച് എല്ലും തോലുമായി നീ ഞരങ്ങിക്കൊണ്ട് പറയും, നീ രോഗിയായിത്തീരും. ഇതെല്ലാം ഈ പാപത്തിന്റെ, വ്യഭിചാരം എന്ന ദുർഭൂതത്തിന്റെ പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തിയിൽ അകപ്പെട്ടിരിക്കുന്ന മക്കളെ, നിങ്ങളോടാണ് ഒരു സുവിശേഷം പറയാനുണ്ട്. വരുവിൻ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അവന്റെ രക്തത്താൽ കഴുകപ്പെടുവാൻ അവന് ജീവിതം സമർപ്പിക്കുക. അവൻ കുരിശിൽ നിന്റെ പാപത്തിന് പരിഹാരം ചെയ്തവൻ. 2000 വർഷം മുമ്പ് അവന്റെ ശരീരം നിയമപ്രകാരം 29 ചാട്ടവാറാണ്. നമുക്ക് കാണാം, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 29 ചൂരവടി ആണ് ഒരു കുരിശിൽ തറയ്ക്കപ്പെടുന്ന നോർമലായിട്ടുള്ള റോമൻ ശിക്ഷ എന്ന് പറഞ്ഞു. എന്നാൽ 29 ചൂരവടി അഴിഞ്ഞു കഴിഞ്ഞ് യേശുക്രിസ്തുവിന്റെ മേല് അതിഭീകരമായ ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നുണ്ട്. അത് നോർമലി അടിക്കാൻ പാടില്ല, പക്ഷേ ആ അടിയും കൂടി യേശു വാങ്ങുകയാണ്. എന്തിനാണെന്നറിയാവോ? അവന്റെ ശരീരം ഉഴുതുമറിച്ചു എന്നാണ് പറയാ. സങ്കീർത്തനം 123 പറയുന്നുണ്ട്, അവരെന്റെ ശരീരം ഉഴുതുമറിച്ചു. യേശുവിന്റെ പീഡാസഹനങ്ങൾക്ക് 650 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യായുടെ ദൈവത്തിന്റെ വചനം പറയാം, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷ അവൻ ഏറ്റെടുത്തു. അവന്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യമുണ്ട്, അവന്റെ രക്തത്താൽ നമുക്ക് പാപമോചനമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, കാണുക, യവൻ ഏറ്റെടുത്ത അടിപ്പിണർ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. എന്തിനാണ് പാപം ചെയ്യാത്തവന്റെ ശരീരം ഇത്രമാത്രം ഛിന്ന ഭിന്നമാക്കപ്പെടുന്നത്? 5420 ചാട്ടവാറടിയാണ് യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തത്. കാരണം ഈ ലോകം, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഈ ലോകത്തെ മനുഷ്യര് അവരുടെ ശരീരമാകുന്ന ദൈവത്തിന്റെ ആലയത്തെ മലിനമാക്കുന്ന പാപം എന്ന് വർദ്ധിക്കുകയാണ്. ഈ പാപത്തിന് അതിഭീകരമായ പരിണിത ഫലമുണ്ട് എന്ന് സ്വർഗം നമ്മൾ പറയാണ്. ഈ പരിണിത ഫലം യേശു ഏറ്റെടുക്കുന്നു. അത് ഭയാനകമാണ്, അത് ഭീകരമാണ്, അത് മാരകമായ രോഗങ്ങളായിട്ട്, വലിയ തകർച്ചകളായിട്ട്, ദുർമരണങ്ങളായിട്ട്, എന്താണ്, അകാല മരണങ്ങളായിട്ടൊക്കെ വരും. ഇത് വഴിമധ്യത്തിൽ നമ്മൾ പിടിക്കപ്പെടും, ഇത് സമൂഹത്തിൽ നമ്മൾ കുറ്റപ്പെടുത്തപ്പെടും, അപമാനിക്കപ്പെടും, നിന്ദിക്കപ്പെടും, നമ്മുടെ മക്കൾ തകർക്കപ്പെടും, നമ്മുടെ മക്കൾക്ക് വരെ ശിക്ഷ ഇടാത്ത രീതിയിലാണ് ഈ ദുർഭൂതം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ചെയ്തത് ചെയ്തു. സ്വർഗം പറയാ, മേലിൽ പാപം ചെയ്യരുത്. അതാണ് സ്വർഗത്തിന് പറയുന്നത്, അതാണ് യേശുവിന് പറയാനുള്ളത്. ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് അവൻ കാണിച്ച കരുണ. ഇന്ന് ഈ പാപത്തിൽ വസിക്കുന്ന, ഈ ലോകത്താൽ നിന്ദിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും അല്ലെങ്കിൽ പിടിക്കപ്പെട്ട മക്കളുണ്ടോ? നിങ്ങൾക്കൊരു സുവിശേഷം സ്വർഗത്തിന് പറയാനുണ്ട്. യേശു എല്ലാവരും കൂടി ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയാൻ നിൽക്കുമ്പോൾ വചനം പറയാണ്, അവൻ താഴത്തോട്ട് നോക്കി നിന്ന്, അവൻ മുകളിലേക്ക് നോക്കിയില്ലെന്ന് പറയും, താഴെ നോക്കി എഴുതിക്കൊണ്ടിരുന്നു. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക അവൻ പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയുക. നമ്മളെ ഒരിക്കലും പാപത്തിന്റെ ശിക്ഷ നമ്മളെ വരാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത് നമ്മളോടുള്ള അഗാധമായ സ്നേഹത്താൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ട പാപത്തിന്റെ ശിക്ഷ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് അവൻ കുരിശിൽ അവയെ തറച്ച് നിഷ്കാസനം ചെയ്തു. ഇത്രയും വലിയൊരു സ്നേഹം നിന്നെ വിളിക്കുകയാണ്, നിന്നെ ശിക്ഷിക്കാനല്ല. ആ സ്ത്രീ ആരും കല്ലെറിഞ്ഞില്ല. അവൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ യേശു പറയുന്നൊരു വാക്യമുണ്ട്, സ്ത്രീയെ. സ്ത്രീ എന്ന് പറഞ്ഞാൽ ആരാന്നറിയൂ? തൻ്റെ അമ്മയെ വിളിക്കുന്ന വിളിയാണ്. കാനായിൽ വീഞ്ഞു തീർന്നപ്പോൾ സ്ത്രീ എന്ന് വിളിച്ച് തൻ്റെ അമ്മയെ വിളിക്കുന്ന അത്ര ബഹുമാനത്തിലാണ് വേശ്യാവൃത്തിയിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയോട് യേശു പെരുമാറും. ഇതാണ് ദൈവം. സ്ത്രീത്വത്തെ ഇത്രമാത്രം ബഹുമാനിച്ചൊരു പുരുഷൻ ലോകത്തിലുണ്ട്. തൻ്റെ അമ്മയുടെ അതേ സ്ഥാനം. സ്ത്രീ എന്ന് പറയുന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കും, അത് ഗുനായ് എന്നാണ് എൻ്റെ ഹീബ്രു വേർഡ്, മുന്നായ് എന്നാണ് എൻ്റെ ഗ്രീക്ക് വേർഡ്. ദാറ്റ് മീൻസ് യു ആർ ദ ക്വീൻ, യു ആർ മൈ മദർ, യു ആർ മൈ സിസ്റ്റർ, യു ആർ മൈ എവറിത്തിങ്. അത്ര ബഹുമാനത്തോടെയാണ് വ്യഭിചാരത്തിൽ പിടിക്കുന്ന സ്ത്രീയെ ദൈവം സ്നേഹത്തിൽ കാണും. അവൾ പറയാണ്, അപ്പം അവളെ നോക്കാതിരുന്നെന്താ? അവളെ നോട്ടം കൊണ്ട് പോലും അവളെ വേദനിപ്പിക്കുന്നില്ല. പാപത്തിൽ പിടിക്കപ്പെട്ടൊരു വ്യക്തിയെ സ്വർഗം എത്രമാത്രം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ബിക്കോസ് യു ആർ സ്റ്റിൽ എ ചൈൽഡ് ഓഫ് ഗാഡ്. നീ പാപം ചെയ്തൊന്ന് ശരിയാണ്. എന്നെ ശ്രമിക്കുന്ന ഇങ്ങനത്തെ പാപത്തിൽ കിടക്കുന്ന മക്കള്, കുറ്റവിധിയുടെ മക്കളെ, നിങ്ങൾക്കൊരു സുവിശേഷം പറയാനുണ്ട്. നിന്നെ ദൈവം സ്നേഹിക്കുന്നു. ഇപ്പോഴും നീ ഇപ്പോഴും ദൈവത്തിൻ്റെ മകനാണ്. നമ്മൾ കാണുന്നില്ലേ, ധൂർത്തപുത്രൻ എല്ലാം നശിപ്പിച്ച്, പിതാവിൻ്റെ എല്ലാം നശിപ്പിച്ച് പോയ മകൻ തിരിച്ചു വരുമ്പോൾ അപ്പൻ വല്ലതും ചോദിക്കുന്നുണ്ടോ? ഞാൻ സ്വർഗത്തിനെതിരെ ഭൂമിക്കെതിരെ പാപം ചെയ്തു എന്ന് പറയുമ്പോൾ നീ എവിടെയാടാ പോയത്, നീ എന്താടാ ചെയ്തത്, നീ എവിടെയെല്ലാം കൊണ്ട് നശിപ്പിച്ച്, നീ എന്തൊക്കെ പ്രവൃത്തി ചെയ്തിട്ടാണ് പണം നശിപ്പിച്ച് എന്ന് ചോദിക്കുന്നുണ്ടോ? ഇല്ല, യേശു ഒരിക്കലും ചോദിക്കുന്നില്ല. കാരണം നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന്
നിന്നെ വേദനിപ്പിക്കാൻ, നിന്റെ പാപത്തിന് കണക്കെടുക്കുവാൻ, നിന്റെ പാപത്താൽ നിന്നെ കുറ്റബോധത്തിലേക്ക് നയിക്കുവാൻ, നിന്നെ അപമാനിക്കാൻ യേശു ആഗ്രഹിക്കുന്നില്ല. ഇത് തന്നെയാണ് നമ്മൾ ആ സ്ത്രീയുടെ, വ്യഭിചാരത്തിൽ പിടിക്കുന്ന സ്ത്രീയുടെ ജീവിതത്തിൽ കാണുന്നത്. അവളെ താഴെ നോക്കിയെന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവളെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് യേശു പോകുന്നില്ല. വീണ്ടും നമ്മളെ പാപങ്ങൾ ഓർത്ത് നമ്മളതിനെക്കുറിച്ച് കുറ്റബോധത്തിലും നിരാശയിലും കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. Come out of it, my child. I have paid the price for your sin. 2000 വർഷം മുമ്പ് നീ ചെയ്ത സകല പാപങ്ങൾ, പ്രത്യേകിച്ച് നിന്റെ ശരീരത്തിൽ ചെയ്ത സകല പാപങ്ങൾക്കും യേശുക്രിസ്തു സ്വന്തം ശരീരത്തിൽ വില കൊടുത്ത് പരിഹാരം ചെയ്ത് കഴിഞ്ഞ് നിന്നെ വീണ്ടെടുത്തു. 1 കൊരിന്ത്യർ 6:19 ഈ വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഈ പാപത്തിൽ വീണു എല്ലാ മക്കളോടും ഒരു വിലയ്ക്ക് വാങ്ങാൻ, നിന്റെ പാപത്തിന് വില കൊടുത്ത് നിന്നെ അതിൻ്റെ ശിക്ഷയിൽ നിന്ന്, അതിൻ്റെ എല്ലാ പരിണിത ഫലങ്ങളും, നമ്മൾ ഈ വായിച്ച പ്രഭാഷണം സുഭാഷണം കേട്ട എല്ലാ പരിണിത ഫലങ്ങളും നമ്മൾ വീണ്ടെടുക്കുവാൻ വേണ്ടതെല്ലാം നിന്റെ സ്രഷ്ടാവും കർത്താവുമായ ദൈവം ചെയ്തു കഴിഞ്ഞു. മകനെ, കം ഹോം. യേശു നിന്നെ വിളിക്കുന്നു. നിന്റെ പാപത്തിന് കണക്കെടുക്കാനല്ല, അത് വിധി പ്രസ്താവിക്കാനല്ല, അത് ലോകത്തിനു മുമ്പ് വിളിച്ചു പറഞ്ഞ് നിന്നെ നാറ്റിക്കാനല്ല. നീ ചെയ്ത സകല പാപങ്ങൾ ആരും അറിയാതെ നിനക്ക് പരിഹാരം ചെയ്ത് നിന്നെ രക്ഷിക്കുവാൻ ഒരു ദൈവം ഇന്നുമുണ്ട്. അവൻ്റെ പേരാണ് യേശു. ആ സ്നേഹം നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ സ്വർഗത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്, ഈ അരൂപിക്ക് നിങ്ങളെ വിട്ടുകൊടുക്കരുത്. വെളിപാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേലും സിനിമ ഇൻഡസ്ട്രിയിലോ ഏതെങ്കിലും ഏത് ഇൻഡസ്ട്രിയിൽ മാത്രമുള്ളതല്ല, ഇന്ന് ലോകത്തിലെല്ലാ വീടുകളിലുള്ളതാണ്. ഈ തിന്മയെക്കുറിച്ച് പ്രത്യേകിച്ച് വിശ്വാസത്തിൽ നിൽക്കുന്ന മക്കളോട് പരിശുദ്ധാത്മ പറയാണ്. വെളിപാട് പുസ്തകം 2-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം, തിയത്തീറായിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിനാളം പോലെ മിഴികളും പിച്ചള പോലെ പാദങ്ങളുമുള്ള ദൈവസുതൻ അരുളി ചെയ്യുന്നു, നിന്റെ പ്രവർത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സ്നേഹവും ഞാൻ അറിയുന്നു. നിന്റെ കുറെ സൽഗുണങ്ങളൊക്കെ ദൈവം അറിയുന്നു. എന്നെ ശ്രമിക്കുന്ന അനേകം മക്കളോട് പറയുന്നത്, നമ്മൾ വിശ്വാസത്തിലും സ്നേഹത്തിലും ഒക്കെ നടക്കുന്ന ചില പ്രവൃത്തി ദൈവം അറിയുന്നുണ്ട്. നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ്. നല്ല രീതിയിൽ പ്രാർത്ഥന നടക്കുന്ന മക്കളുണ്ട്, ശുശ്രൂഷ ചെയ്യുന്ന മക്കളുണ്ട്, എന്നെ ശ്രമിക്കുന്ന അനേകം മക്കളുണ്ട്. പക്ഷെ നിങ്ങളോടൊരു കാര്യം പരിശുദ്ധാത്മ പറയും, എങ്കിലും നിനക്കെതിരായ എനിക്കൊന്ന് പറയാനുണ്ട്. പ്രവാചിക എന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച് ഭക്ഷിക്കാനും എൻ്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബേൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. അനുദപിക്കാൻ ഞാൻ അവൾക്ക് അവസരം നൽകി, എന്നാൽ അവൾ തൻ്റെ വ്യഭിചാരത്തെക്കുറിച്ച് അനുദപിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതാ ഞാൻ അവളെ രോഗശയ്യയിൽ തള്ളിയിടുന്നു. അവളുമായുള്ള വേഴ്ചയെപ്പറ്റി അനുദപിക്കുന്നില്ലെങ്കിൽ അവളോടുകൂടെ വ്യഭിചാരം ചെയ്യുന്നവരെയും വലിയ ഞെരുക്കത്തിലേക്ക് ഞാൻ എറിയും. അവളുടെ മക്കളെയാകട്ടെ മരണത്താൽ ഞാൻ ശിക്ഷിക്കും. ഹൃദയങ്ങളും മനസ്സുകളും പരിശോധിക്കുന്നവനാണ് ഞാൻ എന്ന് സകല സഭകളും അപ്പോൾ ഗ്രഹിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രവർത്തികൾക്കനുസൃതം ഞാൻ പ്രതിഫലം നൽകും. സ്വർഗം വളരെ ക്ലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇന്ന് കരുണയുടെ സമയമാണ്. നിന്റെ പാപത്തിൻ്റെ ലിസ്റ്റോ നീ എന്തുകൊണ്ട് ചെയ്തെന്നോ നീ ആരൊക്കെ ചെയ്തെന്നോ ചോദിക്കാതെ നീ ചെയ്ത എല്ലാ ഈ മാരകമായ പാപത്തിൻ്റെ സകല ശിക്ഷകളും പരിണിത ഫലങ്ങളും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് അതിന് സ്വന്തം ശരീരത്തിൽ ശിക്ഷ വിധിച്ച് നിനക്ക് രക്ഷ നൽകുന്ന ഒരു പുതിയ ജീവൻ നൽകുന്ന ഒരു ദൈവം ഇന്നുണ്ട്. പാപികളെ തേടി വന്നൊരു ദൈവം. നിന്റെ ബലഹീനതകളും പാപങ്ങളും നിന്റെ ദുരവസ്ഥകളിലേക്ക് അട്രാക്റ്റഡ് ആകുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ലോകം നമ്മളെ പാപങ്ങൾ കണ്ടിട്ട് നമ്മളെ കല്ലെറിയാണ്. ഈ ലോകം നമ്മളെ വിധിക്കുകയാണ്. നിന്നെ വിധിക്കാതെ നിന്നെ സ്നേഹിക്കുന്ന, നിന്നോട് വലിയ അനുകമ്പ കാണിക്കുന്ന, കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്താണ് കരുണ? നീ ചെയ്ത പാപം, അതിന് സകല ദുരിതങ്ങളും, അതിന് സകല ശിക്ഷകളും, അതിന് സകല പരിണിത ഫലങ്ങളും സ്വന്തം ശരീരത്തിൽ അവൻ ഏറ്റെടുക്കുകയാണ്. അവൻ്റെ പരിശുദ്ധമായ ജീവിതം വഴി നയിച്ച എല്ലാ വിശുദ്ധിയും ആ കൃപയും നിനക്ക് സൗജന്യമായിട്ട് അവൻ നൽകി. നിന്റെ പാപം ഏറ്റെടുത്ത് നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വേറൊരു നാമമില്ല. മക്കളെ, യേശു നിന്നെ വിളിക്കുന്നു. നിന്റെ പാപങ്ങൾ ഇനിയും നിന്റെ ജീവിതത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, ദിസ് ഈസ് എ വാർണിംഗ്. ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ കാണുന്ന നമുക്കൊരു വാർണിംഗ് ആണ്. നാളെ ഈ വിളിച്ചു പറയല് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഈ ശിക്ഷ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ലോകത്തിലെ എല്ലാ മക്കളുടെ മേലും പാപത്തിന്റെ ശിക്ഷ സംഭവിക്കും. ഇത് സംഭവിക്കാതിരിക്കാൻ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, അവന്റെ ബലിയിൽ വിശ്വസിക്കുക, അവൻ ചിന്തിയ രക്തത്താൽ കഴുകപ്പെടാൻ നിന്നെ തന്നെ ദൈവത്തിന് യേശുവിന് സമർപ്പിക്കുക, അവൻ തന്നെ രക്ഷ സ്വന്തമാക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
നിന്റെ കഴിഞ്ഞ കാല ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ നീ എന്തൊക്കെ ചെയ്ത്, ആരുടെ കൂടെ എന്തൊക്കെ ചെയ്ത്, എപ്പോഴൊക്കെ ചെയ്ത്, ഇതൊന്നും കർത്താവ് അന്വേഷിക്കുന്നില്ല. മേലിൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് നിന്നെ വീണ്ടെടുക്കുന്നൊരു സ്നേഹം നിനക്കായി കാത്തിരിക്കുന്നു. സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ശരീരങ്ങളെ പരിശുദ്ധമായി കൊണ്ടു നടക്കേണ്ട സമയമാണ്. ഒരു ചാലഞ്ചിങ് ആണ്. നമ്മൾ കാണുന്ന വീഡിയോസ്, നമ്മൾ കാണുന്ന പുസ്തകങ്ങൾ, നമ്മൾ വായിക്കുന്ന സംവിധാനങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഒരു വിശുദ്ധീകരണത്തിൻ്റെ ആവശ്യമാണ്. കാരണം ശിക്ഷ അനിവാര്യമായി സംഭവിക്കുന്ന ഒരു പാപമാണ്. ഇതിനു വേണ്ടിയിട്ടാണ് തൻ്റെ ശരീരം 5420 ചാട്ടവാറടികൾക്ക് അവൻ ഏൽപ്പിച്ചു കൊടുത്തത്. കാൽവരി മലയിൽ അതിദാരുണമായി 3 ആണിമേൽ തറയ്ക്കപ്പെടുകയാണ് അവൻ്റെ ശരീരം. പാപം ചെയ്യാത്തവൻ പാപത്തിന് തന്നെ വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ലോകസമക്ഷേ 3 ആണിമേൽ കാൽവരി മലയിൽ കുരിശിൽ പരിപൂർണ നഗ്നനായി മനുഷ്യൻ ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിച്ച പാപത്തിനുള്ള പരിഹാരം, അതാണ് ഏറ്റവും വലിയ പാപം. ആ പാപത്തിന് പരിഹാരം ചെയ്ത് അവൻ നമ്മളെ വീണ്ടെടുത്തു. ആ രക്ഷ സ്വന്തമാക്കാൻ യേശുവിൽ വിശ്വസിക്കുക, ജീവിതം സമർപ്പിക്കുക. ബി ബ്ലെസ്ഡ് ആൻഡ് ഗോഡ് ബ്ലെസ് യു. ആമേൻ.